ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തുറവൂരാണ് നിൽക്കുന്നത്. ലൊക്കേഷൻ കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഞങ്ങളൊരു സക്സസ് സ്റ്റോറി എടുക്കാനായിട്ട് വന്നതാണ്. ഗപ്പി ഫാം കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഞണ്ട് ഫാമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ദിബു എന്ന് പറയുന്ന ഏട്ടനാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഗപ്പി വളർത്തി വിറ്റുകൊണ്ടിരുന്ന ടാങ്കുകളുടെ അടുത്താണ്. നിങ്ങൾക്ക് കാണാം, ഏകദേശം ഒരു 3000 ലിറ്റർ കപ്പാസിറ്റി കൊള്ളുന്ന 4 ടാങ്കുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കൊറോണയ്ക്ക് ശേഷം അറിയാലോ, നമുക്ക് ആ ഒരു ഗപ്പിയുടെ അല്ലെങ്കിൽ അലങ്കാര മത്സ്യങ്ങളുടെയൊക്കെ വില നന്നായിട്ട് കുറഞ്ഞപ്പോഴത്തേക്കും അത് കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, അതായത് ഒരു RI സിസ്റ്റം നമ്മുടെ അവിടുന്ന് വേണ്ട പ്രാഗൽഭ്യം ലഭിച്ച് അത് കൃത്യമായിട്ട് പരിശീലിച്ച് തൻ്റേതായ രീതിയിൽ കൺവേർട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്, ഞണ്ടുകളെ പൊതുവേ നമ്മൾ ഓരോ കമ്പാർട്ട്മെൻറ്റുകളാക്കി വളർത്തുന്ന രീതിയാണ് നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു കുളം തന്നെ നിർമ്മിച്ച് ആർട്ടിഫിഷ്യലായി നിർമ്മിച്ച് അതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഉപ്പ് നിർമ്മിച്ച് ആ ഉപ്പ് വെള്ളത്തിൻ്റെ അകത്ത് അവർക്ക് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ കൊടുത്ത് ആ വെള്ളമാണ് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സോഴ്സ് വാട്ടർ, അതായത് നമ്മൾ ഇവിടുന്ന് സാധാരണ എടുക്കുന്ന വെള്ളത്തിൽ തന്നെ 2 ppm 2-ലധികം അമോണിയ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സാധാരണ വെള്ളം, ഉപ്പ് വെള്ളമല്ല. ആ വെള്ളത്തിൻ്റെ അകത്ത് അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് മിനറൽസ് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്താണ് ഇപ്പോൾ ഞണ്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-26 ഞണ്ടോളം ഈ ഒരു ടാങ്കിലുണ്ട്. അത് എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്താണ് മഴ വന്നപ്പോഴത്തേക്കും റൂഫിന് കുറച്ച് ബുദ്ധിമുട്ടുകളും, എങ്കിലും 20 ഞണ്ടോളം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി സ്ഥലങ്ങളിലും 12,000 ലിറ്ററും RI സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ചിന്താഗതിയാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയാണെന്ന് കുറേ കൂടെ നന്നായിട്ട് തെളിയിക്കണം. നമുക്ക് ക്രാബിൻ്റെ ഫാമും അതുപോലെയുള്ള ഇതിൻ്റെ ഈ ബോക്സുകളൊന്ന് കാണാം. ഈ കാണുന്നതാണ് ബോക്സുകൾ. ഈ ബോക്സുകൾ നോക്കി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഓരോ ഞണ്ടിനും പറന്ന് നടക്കാവുന്ന രീതി, അല്ലെങ്കിൽ നടക്കാവുന്ന രീതിയിൽ ഓരോ ബോക്സ് അറേഞ്ച് ചെയ്തിരിക്കും. ഇത് നോക്കി, ഇതിപ്പോൾ 8 മിനിറ്റോളം വയ്ക്കണമെങ്കിലും നിങ്ങൾക്ക് കാണാം ഇതിനൊക്കെ അത്യാവശ്യം നല്ല അമോണിയ ഉണ്ട്. വെള്ളത്തിൽ അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെങ്ങനെ യൂറിനുണ്ടോ അതേപോലെയാണ് അമോണിയയുടെ അംശം. ഈ വെള്ളമാണ് ട്രീറ്റ് ചെയ്തിട്ട് നല്ല വെള്ളമാക്കി മാറ്റി, ആ നല്ല വെള്ളം വീണ്ടും ഒരു വെള്ളമാക്കി മാറ്റി ഇപ്പോൾ ഏകദേശം ഒരു 20-ലാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തും നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ച് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ ഞണ്ട് കൃഷി.